Hello, MS University, MA History subject paper History of Ancient and Early Medieval India, Prehistory to 1206 CE, Chapter 1 Sources ആണ് നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് ആൻഷ്യന്റ് തമിഴ് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോ ഇന്ത്യയുടെ ഒരു ഏൻഷ്യന്റ് ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ചു വരികയാണ് അല്ലെ. അപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലുണ്ടായ സിവിലൈസേഷൻ ആയിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷൻ വരെ നമ്മൾ എത്തി. ഇനി നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷൻ എന്ന് പറയാവുന്നതാണ് ഏൻഷ്യന്റ് തമിഴ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഏൻഷ്യന്റ് തമിഴ് സിവിലൈസേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് തമിഴ് എന്ന് പറയുമ്പോ തമിഴ്നാട് അല്ലെ, തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന നിരന്തരമായ എക്സ്കവേഷൻസിലൂടെ നമ്മൾ ഇങ്ങനെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം റീസെന്റ് ആയിട്ട് തമിഴ്നാട് നടത്തിയ എക്സ്കവേഷനിൽ നിന്നും നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തെ ഏകദേശം 4200 വർഷങ്ങൾ പിറകിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ത്യയുടെ ഏൻഷ്യന്റ് ഹിസ്റ്ററി ആരംഭിക്കുന്നത് 1900-2000 വർഷങ്ങൾ BC ആണെങ്കിൽ തമിഴ്നാട്ടിലത് 1500 BCയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് എവിഡൻസുകള്, ലേറ്റസ്റ്റ് ഫൈൻഡിങ്സുകള് BC 2172 ഏർലി തമിഴകത്തെ കൊണ്ടുപോകുന്നു. അപ്പം പ്രധാനമായിട്ടും 5 സൈറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഒന്നാമത്തെ സൈറ്റ് ആദിച്ചനല്ലൂർ, രണ്ടാമത്തേത് കീഴടി, മൂന്നാമത്തേത് കൊണ്ടകൈ, 4 മയിലാടുംപാറ, 5 ശിവകല. ഈ 5 പ്രധാനപ്പെട്ട ആൻഷ്യൻ തമിഴ് സൈറ്റുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയാനായി പോകുന്നത്. ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് ആദിച്ചനല്ലൂർ. ആദിച്ചനല്ലൂർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരുമ്പ് യുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ ആദിച്ചനല്ലൂരിൽ നിന്ന് നമുക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അയൺ ഏജ് ബറിയൽസുകൾ ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് സംസ്ഥാനത്തെ തൂത്തുക്കുടി ജില്ലയിലാണ് ആദിച്ചനല്ലൂർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രദേശം തമിഴ് ഭരണി എന്ന് പറയുന്ന നദിയുടെ തീരങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ നിന്നും ധാരാളം ആർട്ടിഫാക്ട്സുകള്, പോട്രികള്, റിമൈൻസുകള്, അതുപോലെ തന്നെ വെപ്പൺസുകള്, ടൂൾസുകള്, അതുപോലെ തന്നെ സ്കെലറ്റൻസുകള്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ആദിച്ചനല്ലൂരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ എക്സ്കവേഷൻ നടക്കുന്നത് 1876 ജർമ്മൻ എക്സ്പേർട്ടുകളാണ് നടത്തുന്നത്. 1876 ഒരു ജർമ്മൻ എക്സ്പ്ലോറർ ആയിട്ടുള്ള ആൻഡ്രസ് ഫെഡർ ജാഗറിന്റെ റാൻഡം എക്സ്കവേഷനിലൂടെയാണ് ഇത്തരത്തിൽ വലിയ ഒരു ഏൺ ബറിയൽ സൈറ്റ് ഇന്ത്യയിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്കവേഷനിലൂടെ ബോൺസുകൾ, അയൺ ആർട്ടിഫാക്ട്സുകൾ, അതുപോലെ തന്നെ കോപ്പർ ഒബ്ജക്റ്റുകൾ തുടങ്ങിയിട്ടുള്ളവ ലഭിക്കുന്നു. പിന്നീട് 1905 ഒരു ഇംഗ്ലീഷ് മാൻ ആയിരുന്ന അലക്സാണ്ടർ റിയും ഏൺ ബറിയൽ സൈറ്റുകൾ ഇവിടെ കണ്ടെത്തുന്നു. അപ്പോൾ അദ്ദേഹം ഈ ആദിച്ചനല്ലൂരിനെ വിളിച്ചിരുന്നത് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ് ആസ് യെറ്റ് ഡിസ്കവേർഡ് ഇൻ സൗത്തേൺ ഇഫ് നോട്ട് ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോ നിലവിൽ ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും വലിയ ഏൺ ബറിയൽ അയൺ ഏജ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ് ആണ് ഈ പറയപ്പെടുന്ന ആദിച്ചനല്ലൂർ. കൂടാതെ 1904 ഒരു ഫ്രഞ്ച് മാൻ ആയിട്ടുള്ള ലൂയിസ് ലാപ്പിക്കോയും ആദിച്ചനല്ലൂരിൽ എക്സ്കവേഷൻ നടത്തുന്നു. ഏകദേശം 100 വർഷങ്ങൾക്ക് ഇപ്പുറം അവിടുത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർക്കിളിൽ പെടുന്ന ഡയറക്ടർ ചെന്നൈ സർക്കിൾ ആയിരുന്ന ടി സത്യമൂർത്തി 2004 ഫെബ്രുവരിയിൽ ആദിച്ചനല്ലൂരിൽ ഒരു ലാർജ് എക്സ്കവേഷൻ ആരംഭിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ആദിച്ചനല്ലൂർ എന്ന് പറയുന്ന പ്രദേശം റിവർ
തമിഴ് ഭരണിയുടെ സമീപത്താണ് ഉള്ളത്. അപ്പോ ഈ പല ഫേസുകളിലൂടെയാണ് ഈ ഒരു എക്സ്കവേഷൻ അദ്ദേഹം നടത്തിയത്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 157ഓളം ബറിയൽ ഏൺസുകളും 57ഓളം അൺഡാമേജ്ഡ് ബേൺസുകളും അതുപോലെ തന്നെ 15ഓളം കംപ്ലീറ്റ് ഹ്യൂമൻ സ്കെലറ്റൻസുകളും ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ബറിയൽ സൈറ്റുകൾക്കകത്ത് ആ കാലഘട്ടങ്ങളിലെ ആളുകൾക്കും ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മെഗാലിത്തിക് മോണ്യൂമെന്റ്സുകൾ എടുക്കുന്ന സമയത്ത് മുനിയറയാകട്ടെ, സിസ്റ്റുകളാകട്ടെ, തൊപ്പിക്കല്ലാവട്ടെ, കുടക്കല്ലാവട്ടെ, ഇവയുടെയൊക്കെ അടിയിലുള്ള നന്നങ്ങാടികളിലൊക്കെ നമുക്ക് ഈ മനുഷ്യരെ അടക്കം ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസപ്രകാരം ആ മനുഷ്യന് എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നുവോ അതൊക്കെ അവർ അടക്കം ചെയ്തിരുന്നു. അപ്പം ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു 157ഓളം ബറിയൽ ഏൺസുകളാണ് ആദിച്ചനെല്ലൂരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ 57 എണ്ണം ഒട്ടും ഡാമേജ്ഡ് ആകാത്തവയും 15 ഫുള്ളി ഹ്യൂമൻ സ്കെലറ്റൻസുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ട്വിൻ പോഡ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തമിഴ്നാട് സ്റ്റേറ്റ് പറയുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് റോക്ക് സർക്കുലർ പിറ്റ്സുകള്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെഗാലിത്തിക് സൈറ്റ് കൂടിയാണ് അല്ലെ, മഹാശില സംസ്കാരമുള്ള ഒരു സൈറ്റ് കൂടിയാണ് ആദിച്ചനെല്ലൂർ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ ബറിയൽ സൈറ്റുകൾ നമുക്ക് മെഗാലിത്തിക് സൈറ്റുകളുടെ ഫീച്ചേഴ്സുകളായിട്ടുള്ള തൊപ്പിക്കല്ല്, കുടക്കല്ല്, മുനിയറ, സിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ബറിയൽ ഫോംസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ആർട്ടിഫാക്ട്സ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും റെഡ് വെയർ, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, കോപ്പർ ബാംഗിൾസ്, കോപ്പർ ഇയറിംഗ്സ്, അയൺ സ്പിയർ ഹെഡ്സ്, ടെറാക്കോട്ട ഫിഗറിൻസുകൾ, അതുപോലെ തന്നെ നോബ്സുകൾ, ടെറാക്കോട്ട വെസൽസുകൾ തുടങ്ങിയവ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ കീഴടി എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സൈറ്റ് മോഹൻജൊദാരോയുടെ ഒരു പാരലൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ അത്രത്തോളം വർഷം പഴക്കം, പ്രാധാന്യം ഈ കീഴടി സൈറ്റിനും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല, തമിഴ്നാട്ടിലെ സംഘം ഏജിൽ ഉണ്ടായിരുന്ന അർബൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കാനായി സഹായിക്കുന്നതും ഈ കീഴടിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള തെളിവുകളാണ്. കീഴടിയിലെ ഡിഗ്ഗിങ്, എക്സ്കവേഷൻ പ്രധാനമായിട്ടും 2 ലൊക്കാലിറ്റികളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ലൊക്കാലിറ്റികളിൽ ഒരു സോഷ്യൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നതിനുള്ള പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്രദേശങ്ങളിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ആളുകളുടെ സെറ്റിൽമെന്റ്സുകൾ കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ പലതരത്തിലുള്ള ഒബ്ജക്റ്റുകൾ, പ്രഷ്യസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, അതായത് പല ടൈപ്പ് ഓഫ് ജ്വല്ലറീസ്, ബീഡ്സുകള്, ഗെയിം സ്റ്റോൺസുകള്, കൂടാതെ 74ഓളം തമിഴ് ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസും നമുക്ക് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ തമിഴ് ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസ് ഇവിടുത്തെ പോർട്ടറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളും ലിറ്ററേറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ഈ ലിറ്ററേറ്റുകൾ നമുക്ക് പല ടൈപ്പ് ഓഫ് പോയറ്റിക് തമിഴ് നെയിംസുകളും കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇയാനൻ, ഉദിരൻ, വേന്തൻ, സന്തനവാദി ആൻഡ് സാധൻ തുടങ്ങിയിട്ടുള്ള പല പേരുകളും നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷനുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേരുകൾ നമുക്ക് സംഘം ലിറ്ററേച്ചറുകളിലും കാണാനായി സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിഫാക്റ്റ് ആണ് പോട്രീസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പോട്രീസുകൾ എന്തൊക്കെ കാണുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് അലങ്കാര പണികളുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഇൻസ്ക്രിപ്ഷനുകളും നമുക്ക് ഈ പോട്ടറികളിൽ കാണാനായി സാധിക്കുന്നുണ്ട്. കൂടാതെ ബോൺ ടൂൾസുകളും വെപ്പൺസുകളും അയൺ വെപ്പൺസുകളും ഈ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ആർട്ടിഫാക്ട്സുകളാണ്. അപ്പം ഈ അയൺ വെപ്പൺസുകളും ബോണുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു ക്ലാൻ ബേസ്ഡ് സൊസൈറ്റിയാണ് നിലവിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കീഴടി എക്സ്കവേഷന്റെ ഭാഗമായിട്ട് നടന്ന ചില എക്സ്കവേഷൻസുകളാണ്
കൊണ്ടകെ, മയിലാടുംപാറ, അതുപോലെ തന്നെ ശിവഗല തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ എക്സ്കവേഷൻസുകൾ. ഈ കൊണ്ടകെ എക്സ്കവേഷൻ സൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ധാരാളം സ്കെലറ്റൽ റിമൈൻസുകൾ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 6ഓളം ഹ്യൂമൻ സ്കെലറ്റൻസുകൾ, ഫുള്ളി ഹ്യൂമൻ സ്കെലറ്റൻസുകൾ നമുക്ക് ഈ കൊണ്ടക എന്ന് പറയുന്ന സൈറ്റിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പിന്നീട് പറയുന്നതാണ് മയിലാടുംപാറ എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓൾഡസ്റ്റ് അയൺ ഏജ് സൈറ്റ് കൂടിയാണ് മയിലാടുംപാറ. 2022 ഇവിടെ എക്സ്കവേഷൻ ആരംഭിക്കുന്നത്. ഈ എക്സ്കവേഷൻ റിപ്പോർട്ട് പ്രകാരം ഏകദേശം BC 2172 ഇവിടെ അയൺ ഏജ് നിലനിന്നിരുന്നു, അല്ലെങ്കിൽ ഒരു അയൺ ഏജ് സംസ്കാരം നിലനിന്നിരുന്നു. അത് അറിയാവുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 4200 വർഷങ്ങൾ പുറകിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നും നമുക്ക് ധാരാളം കോപ്പർ, ബ്രോൺസ് വെപ്പൺസുകളും ടൂൾസുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഈ മയിലാടുംപാറ എന്ന് പറയുന്ന പ്രദേശം നമുക്ക് കോപ്പർ, ബ്രോൺസ് സിവിലൈസേഷനുകളുടെ സൈറ്റുകളുടെ ഒരു കണ്ടംപററി ആണെന്നും പറയാനായി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോലിത്തുകൾ ധാരാളമായി ലഭിച്ചിട്ടുള്ള BCE 30,000-അടുത്തുള്ള മൈക്രോലിത്തുകൾ ധാരാളമായി ലഭിച്ചിട്ടുള്ള ഒരു എക്സ്കവേഷൻ സൈറ്റ് കൂടിയാണ് മയിലാടുംപാറ എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്രികളും ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. ഇത് നിയോലിത്തിക് കാലഘട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്രീസ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട എക്സ്കവേഷൻ സൈറ്റ് ആണ് ശിവഗല എന്ന് പറയുന്നത്. ഈ ശിവഗലയും കീഴടി എക്സ്കവേഷന്റെ ഭാഗമായിട്ടാണ് എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊരുണൈ നദിയുടെ തീരങ്ങളിലാണ് നമുക്ക് ശിവഗല പ്രദേശങ്ങളെ കാണാനായി സാധിക്കുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് പോട്രീസുകൾ ലഭിക്കുന്നുണ്ട്. ധാരാളം ബേൺഡ് പോട്രീസുകള്, ലെറ്ററുകള്, ചൈനീസ് കോയിൻസുകള്, പല ടൈപ്പ് ഓഫ് ആർട്ടിഫാക്ട്സുകളും നമുക്ക് ഈ ശിവഗല എന്ന് പറയുന്ന സൈറ്റിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കീഴടിയും അതുപോലെ തന്നെ മയിലാടുംപാറയും കൊണ്ടകയും ഒക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഏകദേശം BC 2772 കാലഘട്ടങ്ങൾ മുതൽ തന്നെ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഏകദേശം 3200 വർഷത്തോളം പഴക്കമുണ്ട് ശിവഗല എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സൈറ്റിന്. ഇനി നമ്മളിപ്പോ പറഞ്ഞതൊക്കെ ഏൻഷ്യന്റ് തമിഴകം, ഏൻഷ്യന്റ് തമിഴ് സൈറ്റുകളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഏൻഷ്യന്റ് തമിഴകത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് സംഗം ഏജ് എന്ന് പറയുന്നത്. BCE 300-നും AD 300-നും മധ്യയുള്ള ഒരു കാലഘട്ടമാണ് ഏർലി തമിഴകം അല്ലെങ്കിൽ ഈ സംഗം ഏജ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന് സംഘം എന്ന് പേര് വരാനുള്ള ഒരു കാരണം അന്നത്തെ പാണ്ഡ്യ രാജ്യത്തിന്റെ കീഴിൽ ചില കൊട്ടാര കവികൾ ഉണ്ടായിരുന്നു. ഈ കൊട്ടാര കവികളുടെ ഗ്രൂപ്പിനെ സംഘം എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത് സംഘം ഏജ് എന്നറിയപ്പെടാനായിട്ട് സാധിച്ചത്. ഈ സംഘം ഏജ് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ് സൊസൈറ്റിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളം, തമിഴ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളുടെ ചരിത്രത്തെ മനസ്സിലാക്കാനായിട്ട് ഏറെ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സംഘം ഏജ് എന്ന് പറയുന്നത്. അപ്പോ ഈ സംഘം ഏജിലെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചറുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സംഘം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോയട്രി ഉണ്ടായിരുന്നു പാണ്ഡ്യ രാജ്യത്തിന്റെ അകത്ത്. അപ്പം ഇവര് എഴുതിയിട്ടുള്ള രചനകളാണ് ഈ സംഘം ലിറ്ററേച്ചറുകൾ എന്ന് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട സംഘം ലിറ്ററേച്ചറുകളാണ് എട്ടുതൊകൈ, പത്തുപാട്ട്, 17 കീഴ്കണക്ക് എന്ന് പറയുന്നവ. അതുപോലെ തന്നെ ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട വർക്കുകളും നമുക്ക് സംഘം ലിറ്ററേച്ചറുകളായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. ഈ സംഘം ലിറ്ററേച്ചറുകളിലൂടെ ആ കാലഘട്ടത്തിൽ, അതായത് BCE 300-നും BCE 300-നും AD 300-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ തമിഴകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു, ആരെല്ലാം ഭരിച്ചു, എന്തെല്ലാം യുദ്ധങ്ങൾ ഉണ്ടായി, ആരെല്ലാം ഇങ്ങോട്ടേക്ക് കടന്നു വന്നു, ആരൊക്കെയായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായി ഈ സംഘം ലിറ്ററേച്ചർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് ഓതേഴ്സ് ആയിട്ടുള്ള മെഗസ്തനീസും പ്ലിനിയും ഒക്കെ നമുക്ക്
ഈ സംഗം ഏജിനെ കുറിച്ചിട്ടുള്ള ഏർലി തമിഴകത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അശോകൻ എഡിക്സിലും നമുക്ക് ഈ ഏർലി തമിഴ് കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ തമിഴ് കിങ്ഡംസുകളെ കുറിച്ച് ഈ മൂവേന്തർമാരെ കുറിച്ചിട്ടുള്ള റെഫറൻസുകൾ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. സംഗം കാലഘട്ടത്തില് തമിഴകം ഭരിച്ചിരുന്നത് മൂവേന്തർമാർ എന്നറിയപ്പെട്ടിരുന്ന 3 രാജ വംശങ്ങൾ അല്ലെങ്കിൽ ഡൈനാസ്റ്റികളാണ്. ചേര, ചോള, പാണ്ഡ്യന്മാർ എന്നിങ്ങനെ 3 വിഭാഗമായിരുന്നു ഇവർ. ഇതിൽ ചേരന്മാർ കേരളം കേന്ദ്രീകരിച്ചും ചോളന്മാർ തമിഴ്നാട് കേന്ദ്രീകരിച്ചും പാണ്ഡ്യന്മാർ തമിഴ്നാട് തന്നെ കേന്ദ്രീകരിച്ചുമാണ് ഭരണം നടത്തിയിരുന്നത്. അതിൽ ചേരന്മാരുടെ ക്യാപിറ്റൽ വഞ്ചി എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ കൊടുങ്ങല്ലൂരിനടുത്തൊരു പ്രദേശമാണെന്ന് കരുതപ്പെടുന്നു. അതുപോലെ ചോളന്മാർ ഉരയൂർ, പുഹാർ എന്ന് പറയുന്ന പ്രദേശത്തെയും പാണ്ഡ്യന്മാർ തമിഴ്നാട്ടിലെ മധുര എന്ന് പറയുന്ന പ്രദേശത്തെയും കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഭരിച്ചിരുന്നത്. സംഘം കാലഘട്ടത്തില് അല്ലെങ്കിൽ ഏർലി തമിഴ് സൊസൈറ്റി എന്ന് പറയുന്നത് തിണൈ കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. പ്രധാനമായിട്ടും 5 തിണൈകളാണ് അവിടുത്തെ പരിസ്ഥിതിയെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ തിണை എന്ന് പറയുന്നത് കുറിഞ്ചിയാണ്, രണ്ടാമത്തേത് മുല്ലേ, 3 പാലെ, 4 മരുതം, 5 നെയ്തൽ. ഇങ്ങനെ 5 പാരിസ്ഥിതിക പ്രദേശങ്ങളെ തരംതിരിച്ചുകൊണ്ടുള്ള ഒരു തിണൈ കോൺസെപ്റ്റിലാണ് അന്നത്തെ സംഘം കാലഘട്ടത്തിലെ സമൂഹം നിലവിലുണ്ടായിരുന്നത്. ഇതിൽ കുറിഞ്ചി എന്ന് പറയുന്ന പ്രദേശം ഒരു മൗണ്ടെയിൻ റീജിയൻ ആയിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗം ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ആയിരുന്നു. ഇവിടെയുള്ള ആളുകൾ കണവർ, വേടർ, കുറവർ എന്നിങ്ങനെ അറിയപ്പെട്ടു. രണ്ടാമത്തെ വിഭാഗമാണ് മുല്ലേ. ഇവർ പാസ്റ്ററലിസ്റ്റുകൾ ആയിരുന്നു, പാസ്റ്ററൽ നൊമാഡ്സുകൾ ആയിരുന്നു. ആനിമൽ ഹസ്ബൻഡറി അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കൃഷിയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇടയർ, ആയർ എന്നിങ്ങനെയാണ് മുല്ലേ തിണയിലെ ആളുകൾ അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തേതാണ് പാലെ എന്ന് പറയുന്ന പ്രദേശം. ഒരു എറൈഡ് സോൺ അല്ലെങ്കിൽ ഒരു വരണ്ട പ്രദേശമാണ് പാലെ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് പറയുന്നത് പിടിച്ചുപറിയും കളവുമായിരുന്നു. മറവർ, കള്ളർ എന്നിങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ അറിയപ്പെട്ടിരുന്നത്. നാലാമത്തെ പ്രദേശമാണ് മരുതം. മരുതം എന്ന് പറഞ്ഞാൽ റിവർ വാലികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. ഉഴവർ, തൊഴുവർ എന്നിങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ അറിയപ്പെട്ടിരുന്നത്. അഞ്ചാമത്തെ പ്രദേശമാണ് നെയ്തൽ. ഇത് തീരപ്രദേശങ്ങളാണ്. ഫിഷിങ്ങും ഉപ്പ് ശേഖരണവുമായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവന മാർഗം എന്ന് പറയുന്നത്. പരതർ, മീനവർ, ആളവർ, ആളതിയർ, പരതിയർ തുടങ്ങിയ പേരുകളിലാണ് ഇവിടെയുള്ള ആളുകൾ അറിയപ്പെട്ടിരുന്നത്. അപ്പോ ഏർലി തമിഴ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിയോലിത്തിക് കാലഘട്ടം മുതൽ ഇവിടെ ജനങ്ങൾ അധിവസിച്ചിരുന്നു. അതിനുള്ള തെളിവുകളാണ് ആദിച്ചനെല്ലൂർ, ശിവകലെ, അതുപോലെ തന്നെ മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതല്ലാതെ മറ്റു പ്രധാനപ്പെട്ട പ്രദേശമാണ് അരീക്കമേട് എന്ന് പറയുന്നതും. തമിഴ്നാട്ടിലെ അരീക്കമേടും സ്റ്റോൺ ഏജ് കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററിയെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട സൈറ്റ് കൂടിയാണ്.